അന്തകൻ ലാൻഡ് ചെയ്യുന്നു, മോഡിയുടെ ആഫീസ് പൂട്ടാൻ മൈ ഫ്രണ്ട്സ് എന്ന ശീർഷകത്തിൽ ഒരു ഡോക്ടർ ബിനോജ് നായർ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ മോദിജിയെ കഷ്ടകാലം വിടാതെ പിടികൂടിയിരിക്കുകയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ശരിക്കും ഡൊണാൾഡ് ട്രംപുമായി കൊമ്പ് കോർത്ത മോദിജിയുടെ ചീട്ട് കീറാനുള്ള മുഹൂർത്തം കുറിക്കുന്നത് പോലെയായി ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസിഡറിന്റെ പേര് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അനൗൺസ് ചെയ്തു. ട്രംപ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനും വലൻകൈ എന്നൊക്കെ പറയാവുന്ന ഉദ്യോഗസ്ഥനും വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥനുമായ സെർജിയോ ഗോറിനെയാണ് ഇന്ത്യയിലെ അംബാസിഡറായിട്ട് ഇപ്പോൾ പറഞ്ഞുവിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ അംബാസിഡറായി ട്രംപ് സെർജിയോ ജോൺ എന്ന് പറയുന്ന കീഴുദ്യോഗസ്ഥനെ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഉടനെ ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ഇവിടുത്തെ പവർ സെൻറ്ററുകളിലെല്ലാം അദ്ദേഹം കൈയടക്കും. എന്ന് പറഞ്ഞാൽ BJPക്കകത്തുള്ള പവർ സെൻറ്ററുകൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘമെന്ന പവർ സെൻറ്റർ, ഈ പ്രതിപക്ഷത്തുള്ള പവർ സെൻറ്ററുകളുമെല്ലാം അദ്ദേഹം കൈയടക്കും. എന്നിട്ട് മോഡിക്കെതിരെ അത്യുഗ്രൻ പണി നടത്തും, മോഡിയുടെ ചീട്ട് കീറും. ഇങ്ങനെയൊക്കെയാണ് ഇയാൾ പ്രസ്താവിക്കുന്നത്. ഇദ്ദേഹത്തിന് അറിയില്ലേ, ജനീവ കൺവെൻഷൻ അനുസരിച്ചാണ് ഈ അംബാസിഡർമാരെ നിയമിക്കുന്നതും അയക്കുന്നതും. ഒരു അംബാസിഡറെ അയക്കാൻ ഒരു രാജ്യം ഉദ്ദേശിക്കുന്നെങ്കിൽ ഏത് രാജ്യമാണോ അത് സ്വീകരിക്കേണ്ടത് ആ രാജ്യവുമായി ഒരു കരാറുണ്ടാക്കണം. ഞങ്ങൾ ഇന്നാളിനെ അയക്കുന്നു, നിങ്ങൾ സ്വീകരിക്കണം, മറ്റവർ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയണം. ഇനി സ്വീകരിക്കേണ്ട രാഷ്ട്രത്തിന് അയാളെ ഇഷ്ടമല്ലെങ്കിൽ യാതൊരു കാരണവും പറയേണ്ട കാര്യമില്ല, അയാളെ തിരിച്ചയക്കാം. ഈ വ്യവസ്ഥകളാണ് ജനീവ കരാറിലെ ആർട്ടിക്കിൾ 4.1, 4.2 എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്നത്. അതൊന്നും അറിയാതെയാണ് ഇയാൾ ഈ കിടന്ന് പുലമ്പുന്നത്. ഇദ്ദേഹം പറയുകയാണ്, മോഡിജി ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്, അത് പോട്ടെ, ട്രംപ് ഒരു ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകം മുഴുക്കെ എത്തിക്കാൻ യത്നിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിൽ ഈ ഇവാഞ്ചലൈസേഷന് വേണ്ടി ട്രില്യൺസ് ഓഫ് ഡോളർ ചെലവാക്കുന്നയാളാണ് ട്രംപ്. അതിനുവേണ്ടി ഇന്ത്യയിൽ മതപരിവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നടത്തുന്ന കന്യാസ്ത്രീമാരെയും അച്ഛന്മാരെയും ഒക്കെ RSSകാർ ഉപദ്രവിക്കുന്നു. അത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു. അതൊക്കെയാണ് ട്രംപിന് മോഡിയോടുള്ള ഇത്ര കടുത്ത വൈരാഗ്യം. പക്ഷേ നമ്മുടെയൊന്നും അറിവിൽ ട്രംപ് അങ്ങനെ ഒരു കടുത്ത ഇവാഞ്ചലിസ്റ്റാണ് എന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഈ മാന്യൻ ഒരു ബെന്തക്കോസ്റ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഈ ക്രൈസ്തവ മതത്തിലെ പല വിഭാഗങ്ങളും ഈ മതപരിവർത്തനത്തിന് അങ്ങനെ ശ്രമിക്കാറില്ല. പക്ഷേ ഇത് ബെന്തക്കോസ്റ്റുകാരാണ് ഇത് കൂടുതൽ ശ്രമിക്കുന്നത്. അവരാണിപ്പം ഇവാഞ്ചലിസ്റ്റുകളായിട്ട് നാട് മുഴുക്ക നടന്ന് സ്വന്തം, അതായത് ക്രിസ്തു മതത്തിലുള്ളവരെ പോലും ഇവർ മതപരിവർത്തനം നടത്തുന്നു, കുഞ്ഞാടുകളെ മോഷ്ടിക്കുന്നു എന്നാണ് അതിന് പേര് പറയുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ മോഡി ഭരണം ഉടനെ അവസാനിക്കും. അതിനുള്ള കരുക്കൾ ട്രംപിലൂടെ ഇവിടെ നീക്കും. അങ്ങനെ ഇവാഞ്ചലിസ്റ്റുകൾ വൻപിച്ച വിജയം കൈവരിക്കും. ഇന്ത്യയെ പരിപൂർണമായും ഇവാഞ്ചലൈസ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ പരിപൂർണമായി മാറിക്കിട്ടും എന്നൊക്കെയാണ് ഈ കിഴങ്ങൻ്റെ സ്വപ്നം.